ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമ്മിൻ്റെ സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ലൈക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെയ്ഡ് നോട്ട്സ്, മലയാളം നോട്ട്സ് ആവശ്യമുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലാസ്റ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് മുൻ വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെന്നാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. മൂന്നാമത്തെ ബ്ലോക്കിൻ്റെ പേര് കൺസോളിഡേഷൻ ഓഫ് ഫ്യൂഡലിസം 13th century to 17th century എന്നാണ്. 13 മുതൽ 17 വരെ നൂറ്റാണ്ടുകളിലെ കൺസോളിഡേഷൻ ഓഫ് ഫ്യൂഡലിസത്തിൻ്റെ ഏകീകരണമാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത്, മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഇക്ത ആൻഡ് അർബനൈസേഷനാണ്. ഇക്തയും അർബനൈസേഷൻ. ഇക്തയെക്കുറിച്ച് മാത്രം എപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്തയാണ് ആദ്യം, ഇക്ത സിസ്റ്റത്തെക്കുറിച്ചാണ്, ഇക്ത സമ്പ്രദായത്തെക്കുറിച്ചാണ് അതിൽ ആദ്യം വരുന്നത്. ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ പ്രധാന ഭൂവരുമാന സമ്പ്രദായങ്ങളിൽ ഒന്നാണ് ഇക്ത സമ്പ്രദായം എന്ന് പറയുന്നത്. മുൻ ഇസ്ലാമിക രാജവംശങ്ങളിൽ നിന്ന് ഡൽഹി സുൽത്താൻമാർ സ്വീകരിച്ചതാണ് ഈ ഇക്ത സമ്പ്രദായം എന്ന് പറയുന്നത്. ഇക്ത സമ്പ്രദായത്തിന് കീഴിലുള്ള പ്രാദേശിക നിയമങ്ങളുടെ ഉടമയായിരുന്നു മുക്തികൾ. അവരെ മുക്തികൾ എന്നാണ് വിളിക്കുക. കർഷകരിൽ നിന്ന് നികുതി പിരിക്കുക എന്നതായിരുന്നു മുക്തിയുടെ പ്രാഥമിക കർത്തവ്യം. ഇനി എവല്യൂഷൻ ഓഫ് ഇക്ത സിസ്റ്റം അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ കീഴിലുള്ള ഇക്ത സമ്പ്രദായത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇക്ത ഒരു പ്രാദേശിക നിയമനമാണ്. അതിൻ്റെ ഉടമ നിയുക്ത മുക്തിയാണ്. പറഞ്ഞല്ലോ നമ്മൾ. യഥാർത്ഥ ഇക്ത സമ്പ്രദായം ആരംഭിച്ചത് അടിമ വംശത്തിലെ കുത്തുബുദ്ദീൻ ഐബക്കാണ്. 4 തരം ഇക്തകൾ ഉണ്ടായിരുന്നു. ഭരണപരവും സൈനികവുമായ ആവശ്യങ്ങൾക്കുള്ളതും, വരുമാനം ശേഖരിക്കുന്നതിനുള്ളതും, ജീവകാരുണ്യ ആവശ്യങ്ങൾക്കുള്ളതും, അതുപോലെ സ്റ്റൈപ്പൻഡിന് വേണ്ടിയുള്ളതുമാണ് അത്. എന്നാൽ ഈ സമ്പ്രദായം അലാവുദ്ദീൻ ഖിൽജിയും ഇൽതുത്മിഷും അവസാനിപ്പിച്ചു. തുടക്കത്തിൽ ഒരു ഇക്ത ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. പിന്നീട് ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കീഴിൽ അത് പാരമ്പര്യമാക്കി. ഈ ഇക്ത സമ്പ്രദായത്തിന് കീഴിൽ ശമ്പളത്തിന് പകരം സൈനിക ഉദ്യോഗസ്ഥർക്കോ ഭൂപ്രഭുക്കന്മാർക്കോ ഒക്കെ ഇക്താദാർ, അവർ ഇക്താദാർ എന്ന് വിളിക്കും. ഇക്താദാർക്ക് രാജ്യം ഭൂമി അല്ലെങ്കിൽ ഇക്തയാണ് അനുവദിച്ചു കൊടുത്തത്. ആ ഭൂമിയാണ് ഇക്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഗ്രാൻറ്റുകൾ ഭൂമിയുടെ ഉടമസ്ഥതയല്ല, മറിച്ച് അതിൽ നിന്ന് വരുമാനം ശേഖരിക്കാനുള്ളൊരു അവകാശമാണ്. ആ ഭൂമിയിൽ അവർക്ക് അവകാശം എങ്ങനെയാണ്? വരുമാനം ശേഖരിക്കാനുള്ളൊരു അവകാശമാണ് കേട്ടോ. അപ്പോൾ ഈ ഇക്താദാർമാർക്ക് നികുതി പിരിക്കുവാനും അവർക്ക് അനുവദിച്ച പ്രദേശങ്ങളിൽ ക്രമസമാധാനം പാലിക്കുവാനും ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. വരുമാനത്തിൻ്റെ ഒരു ഭാഗമാണ് അവർ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തത്. അതായത് അവർക്ക് എത്ര നികുതി പിരിച്ചു കിട്ടുന്നോ അതിൽ നിന്ന് കേന്ദ്രം എന്താണോ, രാജാവ് എന്താണോ ആവശ്യപ്പെടുന്നത്, ചക്രവർത്തി എന്താണോ ആവശ്യപ്പെടുന്നത്, അതാണ് കേന്ദ്രത്തിലേക്ക് അവർ അയച്ചു കൊടുത്തിരുന്നത്. ഇക്ത സംവിധാനം സൈനിക ബാധ്യതകളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒന്നാണ്. തുഗ്ലക് രാജവംശത്തിലെ ഫിറോസ് ഷാ തുഗ്ലക്കാണ് ഇക്ത സമ്പ്രദായത്തെ പുനരുജ്ജീവിപ്പിച്ചത്. അതായത് അന്ന് നിർത്തിവെച്ചത് പിന്നെ കൊണ്ടുവന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. പിന്നീട് ഗോറി വംശജരുണ്ടല്ലോ, ഗോറികളുടെ സൈനിക ആവശ്യങ്ങൾക്കും മറ്റും വേണ്ടിയിട്ട് ഈ സമ്പ്രദായം നിലനിർത്തി. ഇത് ഇൽതുത്മിഷിനെ തുടർന്ന് ഇക്ത സമ്പ്രദായം ബാൽബന് നടപ്പിലാക്കി. അലാവുദ്ദീൻ ഖിൽജി ഇക്തകളുടെ സംഘാടനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഈ ധനകാര്യ വകുപ്പ് ഓരോ ഇക്തയിലും നികുതി കണക്കാക്കി. ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലത്ത് മിതമായ രീതിയിൽ ഇത് തുടർന്നു പോന്നു. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ചെറിയ മാറ്റങ്ങളോടെ ഇക്ത സമ്പ്രദായം നിലനിർത്തി. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വലിയൊരു സൈനിക വിഭാഗത്തിന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ വലിയൊരു സൈനിക വിഭാഗത്തെ തന്നെ ഇക്ത ഏർപ്പെടുത്തിയിരുന്നു. ഫിറോസ് ഷാ തുഗ്ലക്ക് ഇക്ത അനുവദിച്ചു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഇക്ത കൈമാറ്റ കേസുകളും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇക്തകൾ കൈമാറുന്ന ഒരു സമ്പ്രദായവും ഉണ്ടായിരുന്നു. ഇനി ടൈപ്സ് ഓഫ് ഇക്താസ്, വിവിധ തരം ഇക്തകളാണ്, ഇക്തകളുടെ തരങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തത് ഇക്ത ഇ തമാലിക്. ഇവ ഇക്തകൾക്ക് പാരമ്പര്യ സ്വത്തായിട്ടാണ് നൽകിയിരുന്നത്. ഭൂമിയുടെ ഗ്രാൻഡ് നൽകുന്നത് പാരമ്പര്യമായിട്ട് കൊടുക്കുന്നതാണ് ഇക്ത ഇ തമാലിക്. സാധാരണയായിട്ട് അവരുടെ സേവനങ്ങൾക്കുള്ളൊരു അംഗീകാരമാണത്. അവരുടെ പിൻഗാമികൾക്ക് ഭൂമിയും അതിൻ്റെ വരുമാനത്തിൽ സ്ഥിരമായ അവകാശം കൊടുക്കുകയും ചെയ്യും. ഈ ഗ്രാൻറ്റുകൾ ഭൂമിയുടെ വരുമാനത്തിൻ്റെ മേലുള്ള അതോറിറ്റിയുടെ നിയന്ത്രണത്തെക്കാൾ കുറവായിരുന്നു. ഇനി രണ്ടാമത്തത് ഇക്ത ഇ ഇസ്തിഖ്ലാൽ. അതായത് ഇസ്തിഖ്ലാൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാൻറ്റുകൾ പ്രത്യേക പ്രദേശത്ത് നിന്ന് ശേഖരിക്കാനും അവ സ്വന്തമായിട്ട് സൂക്ഷിക്കാനും ഉടമകളെ അനുവദിക്കുന്ന ഒന്നാണ്. നികുതി പിരിക്കുകയും അത് തങ്ങൾക്ക് വേണ്ടത് സൂക്ഷിക്കുകയും ചെയ്യുന്ന മുക്തി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിക്ക് രാജ്യം നികുതി വരുമാനം നൽകി. അവർ സുൽത്താന് വേണ്ടിയിട്ട് സൈനികരെ പരിപാലിക്കുകയും വിതരണം ചെയ്യുകയും ആവശ്യം വരുന്ന സമയത്ത് സൈനികരെ എത്തിച്ചു കൊടുക്കുകയും അതാണ് വിതരണം കേട്ടോ. പലപ്പോഴും ഇസ്തിഖ്ലാൽ ശമ്പളമായിട്ടാണ് സ്വീകരിച്ചിരുന്നത്. കർഷകരുടെ നിശ്ചിത വിലയേക്കാൾ വിലയുള്ള വിളകളുടെ ഒരു ഭാഗം മുക്തിക്ക്
കൊടുത്തു. ഇനി മൂന്നാമത്തെ ഇനമാണ് ഇത്തായി ബിൽ മുഖദ്ദസ്. ഇത്തായി ബിൽ മുഖദ്ദസ് എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ഇത്ത ഒരു പ്രത്യേക കാലയളവിലേക്കാണ് നിയോഗിക്കപ്പെട്ടിരുന്നത്. കൂടാതെ ഒരു നിശ്ചിത തുക രാഷ്ട്ര ട്രഷറിയിലേക്ക് ശേഖരിക്കുന്നതിന് അയക്കുകയും ചെയ്യണം. ഉടമയ്ക്ക് അതിനൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. കാര്യക്ഷമമായ ഭരണത്തിനും ശേഖരണത്തിനും പ്രോത്സാഹനം നൽകിക്കൊണ്ട് നിശ്ചിത തുകക്കപ്പുറമുള്ള മിച്ച വരുമാനം ഉടമയ്ക്ക് സൂക്ഷിക്കാൻ കഴിയും. നാലാമത്തത് ഇത്തായി ഖാലിസ എന്നുള്ളതാണ്. ഇവ രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണത്തിൽ നേരിട്ട് നിലനിർത്തുന്ന ഭൂമികളാണ്. ഈ ഭൂമികളിൽ നിന്നുള്ള വരുമാനം നേരിട്ട് കേന്ദ്ര ഖജനാവിലേക്കാണ് പോയിരുന്നത്. അഞ്ചാമത്തത് ഇത്തായി മുസ്തഖിൽ. ഇവ മുക്തികൾക്ക് അവരുടെ ജീവിതകാലം മുഴുവനും നൽകുന്ന സ്ഥിരമായ ഗ്രാൻറ്റുകളാണ്. അതിന് കാലാവധിയില്ല. അവർക്കത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ മരണം വരെ അവരുടെ കീഴിലുള്ളതാണ് ഇത്തായി മുസ്തിഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പരമ്പരാഗതമായിട്ട് ലഭിക്കില്ല. ഒരു മുക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ അവസാനിക്കും. ചിലപ്പോൾ കൃത്യമായിട്ട് പരമ്പരാഗതമായിട്ട് ആയിരുന്നില്ല. ഉടമകൾക്ക് ഭൂമിയുടെയും അതിൻ്റെ വരുമാനത്തിൻ്റെയും മേൽ ദീർഘകാല അവകാശം ഉണ്ടായിരുന്നു എങ്കിലും കേന്ദ്ര അതോറിറ്റിയുടെ നിയന്ത്രണത്തിന് അത് വിധേയമായിരുന്നു. ഇനി ആറാമത്തത് ഇക്ത അൽ സിറ ഗ്രാൻറ്റുകൾ കാർഷിക വളർച്ചക്കായിട്ട് ഭൂമി സ്വീകരിച്ചവർ വരുമാനം സൃഷ്ടിക്കൽ, ഭൂമി വളർത്തുന്നതിനുള്ള വിള ശേഖരിക്കുന്നതിനൊക്കെ ചുമതലപ്പെടുത്തപ്പെട്ട ആളുകളാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട വരുമാനം പലപ്പോഴും രാജ്യത്തിന് ഗുണഭോക്താവിനുമിടയിൽ വിഭജിക്കപ്പെട്ടു ഈ ഇക്ത സമ്പ്രദായത്തിൽ. ഏഴാമത്തത് ഇക്ത മുത്തവസ്സിത എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ച് അനുവദിച്ചിട്ടുള്ള സമയമോ അല്ലെങ്കിൽ ദൗത്യമോ അതിനെ തുടർന്ന് അത് രാഷ്ട്രത്തിന് കൈമാറും. ഹ്രസ്വകാല സൈനിക പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ തുല്യമായ ജോലികൾക്കോ വേണ്ടിയിട്ട് പ്രതിവായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത്തായി മുത്തവസ്സിത എന്ന് പറയുന്നത്. കയ്യിലുള്ള ജോലി പൂർത്തിയാക്കിയ ശേഷം ഗ്രാൻഡ് ഇക്തയുടെ ഉടമസ്ഥാവകാശം പുനഃസ്ഥാപിക്കും. ഇത്രയാണ് 7 തരമാണ് പ്രധാനപ്പെട്ട ഇക്തകളായിട്ടുള്ളത്. കേന്ദ്രീകൃത ബ്യൂറോക്രാറ്റിക് സ്ഥാപനങ്ങളുടെയും പുതിയ ധനനയങ്ങളുടെയും ഉയർച്ചയ്ക്കൊപ്പം പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഇക്ത സമ്പ്രദായത്തിൻ്റെ പ്രസക്തി കുറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഡൽഹി സുൽത്താനേറ്റിന് കീഴിലാണ് ഏതിന് പ്രസക്തി ഉണ്ടായിരുന്നത്? ഇക്തകൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നത്. ഇനി അർബനൈസേഷൻ ആൻഡ് മോണിറ്റൈസേഷൻ ഡ്യൂറിങ് മെഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിൽ നഗരവൽക്കരണവും ധനസമ്പ്രദായവും അതിനെക്കുറിച്ചാണ്. 712 BC സിന്ധും പഞ്ചാബും അറബ് അധിനിവേശവും ഗസ്നിയിലെ മഹ്മൂദിൻ്റെയും ഗോരിദ് രാജവംശത്തിൻ്റെയും ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയിൽ തുർക്കി സുൽത്താനേറ്റിന് അടിത്തറയിട്ടു. ഈ സംഭവങ്ങൾ ഭൂഖണ്ഡത്തിലെ പരമ്പരാഗത സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങളെ വളരെയധികം സ്വാധീനിക്കുകയും പുനർരൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ 11ാം നൂറ്റാണ്ട് പേർഷ്യയിലും പേർഷ്യൻ ഗൾഫിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒന്നായിരുന്നു. ഈജിപ്തും സിറിയയും മെച്ചപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളായി ആ കാലഘട്ടത്തിൽ വളർന്നു വന്നു. ഇത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ സുപ്രധാനമായ കണ്ണിയായ മലാക്കയിലേക്ക് വർദ്ധിച്ച വ്യാപാര ശൃംഖലയിലേക്ക് നയിച്ചു. ഈ സംഭവവികാസങ്ങൾ അന്താരാഷ്ട്ര വ്യാപാരം വർദ്ധിപ്പിച്ചു. ഇത് ഭൂഖണ്ഡത്തിൻ്റെ ഉൾപ്രദേശങ്ങളെ സമ്പുഷ്ടമാക്കുകയും ഉയർന്ന തരത്തിലുള്ള ധനസമ്പാദനത്തിനും വളർച്ചയ്ക്കും സംഭാവന നൽകുകയും ചെയ്തു. 9ഉം 10ഉം നൂറ്റാണ്ടുകളിൽ വീണ്ടും ഉയർന്നു വന്ന നഗരവൽക്കരണം സുൽത്താനേറ്റ് കാലഘട്ടത്തിലും അതിവേഗം വളർന്നുകൊണ്ടിരുന്നു. ഇന്ത്യയുടെ വലിയൊരു ഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ഡൽഹി സുൽത്താൻമാർക്ക് കഴിഞ്ഞു. തുടർന്നുണ്ടായ സ്ഥിരത പല മേഖലകളിലും പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്തു. പുതിയ ഉപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും കടന്നുവരവ് പുതിയ കരകൗശല വസ്തുക്കളുടെ ഉയർച്ചയ്ക്ക് കാരണമായി. കരകൗശല തൊഴിലാളികൾക്ക് മുമ്പ് പരിമിതമായ ചലനാത്മകത ഉണ്ടായിരുന്ന കർശനമായ ജാതി നിയമങ്ങൾക്ക് നീക്കം ചെയ്തുകൊണ്ട് കൂടുതൽ അവരെ ത്വരിതപ്പെടുത്തി. ചരിത്രകാരനായ മുഹമ്മദ് ഹസീബ് ഈ ക്രമത്തെ നഗരവിപ്ലവം എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ പുതിയ മാറ്റത്തെ നഗരവിപ്ലവം എന്നാണ് വിശേഷിപ്പിച്ചത്. തൽഫലമായി നിരവധി പുതിയ പട്ടണങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ വിശേഷിപ്പിച്ചതിൻ്റെ ഫലമായിട്ടല്ല, അങ്ങനെ ഒരുപാട് നഗരങ്ങൾ വളർന്നതിൻ്റെ ഫലമായിട്ട് നിരവധി പട്ടണങ്ങൾ, അതായത് നഗരവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് പട്ടണങ്ങൾ രൂപം കൊണ്ടു. പ്രധാനമായും നഗരങ്ങളിൽ അധിഷ്ഠിതമായ ഭരണവർഗം തങ്ങളുടെ സൈന്യത്തെയും ആഡംബര ജീവിതത്തെയും പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഗണ്യമായ വരുമാനം നേടി. ചരക്കുകളുടെ വർധന ഡിമാൻഡ് പുതിയ കരകൗശല വസ്തുക്കളുടെ വളർച്ചയ്ക്കും നിലവിലുള്ളവയുടെ വിപുലീകരണത്തിനും കാരണമായി. പണമായിട്ട് നികുതി പിരിക്കുന്നതിന് രാജ്യം ഊന്നൽ നൽകിയത് 14ാം നൂറ്റാണ്ടിൽ പണത്തിൻ്റെ ഉപയോഗവും ഇന്ത്യയിൽ നിന്നുള്ള വിപണികളുടെ വളർച്ചയും ത്വരിതപ്പെടുത്താൻ അല്ലെങ്കിൽ ശക്തിപ്പെടുത്താൻ സഹായിച്ചു. തുർക്കി അധിനിവേശം നഗരങ്ങളുടെ ഭൗതിക ഭൂപ്രകൃതിയുടെ കാര്യമായ മാറ്റങ്ങൾ വരുത്തി.
പുതിയ വാസ്തുവിദ്യാ ശൈലിയിൽ നഗരങ്ങളുടെ രൂപമാറ്റത്തെ അത് മാറ്റിമറിച്ചു. എന്നാൽ മംഗോളിയൻ അധിനിവേശം രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമായി. ഇത് മുസ്ലിം പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും ഇന്ത്യയിലേക്ക് കുടിയേറുന്നതിലേക്ക് നയിച്ചു. ഈ കുടിയേറ്റം ഉത്തരേന്ത്യൻ നഗരങ്ങളെ കൂടുതൽ കോസ്മോപൊളിറ്റൻ നഗരങ്ങളാക്കി മാറ്റാൻ സഹായിച്ചു. സുൽത്താനേറ്റിൻ്റെ പതനത്തിന് ശേഷം ഈ പ്രവണത വീണ്ടും തുടർന്നു. അതേസമയം ദക്ഷിണേന്ത്യയിൽ നഗരവൽക്കരണം മറ്റൊരു മാതൃകയാണ്, അതായത് ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്നുള്ള മാതൃകയല്ല, മറ്റൊരു മാതൃകയാണ് പിന്തുടർന്നത്. ക്ഷേത്രങ്ങളും ആചാര സമുച്ചയങ്ങളും നഗരങ്ങൾ വളർന്നു വരുന്ന കേന്ദ്രസ്ഥാനങ്ങളായിട്ട് മാറി. എന്നാൽ പല മുഗൾ നഗരങ്ങളും താൽക്കാലികമോ ശാശ്വതമോ ആണെന്ന രീതിയിലുള്ള, അതായത് ചിലത് താൽക്കാലികമാവോ ചിലത് ശാശ്വതമെന്ന രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്നത്. പ്രളയ നഗരങ്ങൾ എന്ന പേര് ലേബൽ ചെയ്ത ചില നഗരങ്ങളും ഉണ്ടായിരുന്നു. സോഷ്യോളജിസ്റ്റുകൾ, മാക്സ് വെബർ, ഓറിയൻ്റലിസ്റ്റുകൾ ഇവരുടെ വേർതിരിവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. ചക്രവർത്തിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു രക്ഷാധികാരി ഉപഭോക്തൃ സമ്പ്രദായമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇത് മുഗൾ നഗരങ്ങളെ പാട്രിമോണിയൽ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് എന്ന മുദ്ര കുത്താൻ ചില ചരിത്രകാരന്മാരെ പ്രേരിപ്പിച്ചു. രാജകുമാരന്മാരുടെ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ഏഷ്യൻ രാജ്യങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ചില ചരിത്രകാരന്മാർ, അതായത് പെരി ആൻഡേഴ്സിനെ പോലെയുള്ള ആളുകൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഉപഭോക്തൃ ഒരു രക്ഷാധികാരി ഉപഭോക്തൃ എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് ഒരു രക്ഷാധികാരിയാണ്. അതിലുപരി ഈ കച്ചവടക്കാരും പട്ടണങ്ങളിലെ വ്യാപാരികളുമാണ് കൂടുതലെന്നുള്ളത് കൊണ്ടാണ് അതിനെ രക്ഷാധികാരി ഉപഭോക്തൃ എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അതൊന്ന് ചോദ്യമൊന്നും വരില്ല, പക്ഷേ ഞാൻ എന്താണെന്ന് പറയാൻ വിട്ടങ്ങനെ പറഞ്ഞു പോയി. നോക്കുക, മധ്യകാല മുഗൾ നഗരങ്ങളെക്കുറിച്ചുള്ള പല പഠനങ്ങളും ഈ കാലഘട്ടത്തെ സ്തംഭനാവസ്ഥയുടെ ഒന്നായിട്ടാണ് വിവരിച്ചിട്ടുള്ളത്. മുഗൾ കാലഘട്ടത്തിൽ നാണയ സമ്പ്രദായം വളരെയധികം വികസിച്ചു. 16ാം നൂറ്റാണ്ടിൽ വിവിധ മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്തു. ഇക്കാലത്ത് ഷേർഷാ സൂരി വിപുലീകരണത്തിന് അടിത്തറയിട്ടു. ഏറ്റവും ചെറിയ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോലും പണമിടപാട് നടത്തുന്നവരുണ്ടായിരുന്നുവെന്ന് ടർണിയർ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ടാങ്കറെ പോലെ അവർ ബാങ്കർ, അതായത് പണമിടപാടുകാരെന്ന രീതിയിൽ ഒരു ബാങ്കിനെ പോലെ പലരും പ്രവർത്തിച്ചു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നിട്ടും ഡക്കാൻ നഗരങ്ങൾ അവരുടേതായ തനതായ സാംസ്കാരിക സ്വത്വം നിലനിർത്തി. അവരുടെ വാസ്തുവിദ്യയിലും നഗരജീവിതത്തിലും മുഗൾ കാലഘട്ടം വളരെ തദ്ദേശീയമായൊരു പാരമ്പര്യം ആണ് സംയോജിപ്പിച്ചത്. മുഗൾ നഗരങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതം വൈവിധ്യവും സങ്കീർണവും നിറഞ്ഞതായിരുന്നു. നഗരങ്ങളെ പൊതുവെ 2 വിശാല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരുന്നു. അഷ്റഫ് അഥവാ ഉയർന്ന വർഗത്തിലെ ഉന്നതർ, പിന്നെ അജ്ലഫ് അഥവാ സാധാരണ ജനങ്ങൾ എന്നിവയായിരുന്നു ആ 2 വിഭാഗങ്ങൾ. മുഗൾ നഗരങ്ങൾ ഒരു ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ചിലൂടെയാണ് അടയാളപ്പെടുത്തപ്പെട്ടത്. അവിടെ മതപരവും ജാതിപരവുമായ വിഭജനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആളുകൾ പലപ്പോഴും പാരമ്പര്യങ്ങളും ആഘോഷങ്ങളും പങ്കിട്ടിരുന്നു. ഈ നഗരങ്ങളിൽ സ്റ്റാറ്റസ് വളരെ പ്രധാനമായ ഒരു സംഗതിയായിരുന്നു. സംഘർഷങ്ങൾക്ക് ഇത് ഇടവരുത്തിയെങ്കിലും മതത്തെയോ സമുദായത്തെയോ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റുമുട്ടൽ അന്ന് സാധാരണമായിരുന്നില്ല. അബുൽ ഫസലിൻ്റെ ഐനി അക്ബരിയിൽ മധ്യകാല ഇന്ത്യൻ കാലഘട്ടത്തിലെ നഗരങ്ങളുടെ പ്രാധാന്യം വളരെയധികം എടുത്തു കാണിച്ചിട്ടുണ്ട്. പുരോഗതിയുടെയും കോസ്മോപൊളിറ്റൻ ജീവിതത്തിൻ്റെയും കേന്ദ്രങ്ങളായിട്ട് നഗരങ്ങൾ പ്രധാനമാണ് എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഈ വ്യാപാരത്തിൻ്റെയും സാങ്കേതിക വിനിമയത്തിൻ്റെയും ഒക്കെ കേന്ദ്രങ്ങളായിരുന്നു നഗരങ്ങളെന്നും അതിൽ പറയുന്നുണ്ട്. മധ്യകാലഘട്ടത്തിൽ വ്യത്യസ്ത തരം പട്ടണങ്ങളെ വിവരിക്കാൻ വിവിധ പ്രദേശങ്ങൾ, ഉദാഹരണങ്ങൾ കസ്ബ, ഗ്രാമീണവും നഗരപരവുമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ടൗൺഷിപ്പാണ് കസ്ബ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പലപ്പോഴും പർഗാന എന്നറിയപ്പെടുന്ന ഒരു വലിയ പ്രദേശം എന്നൊരു ഭരണകേന്ദ്രമായിട്ട് അവിടെ പ്രവർത്തിച്ചിരുന്നു. പിന്നെ മറ്റൊന്നാണ് ഷഹർ. ഈ പദം വലിയ പട്ടണങ്ങളെയോ മെട്രോപൊളിറ്റൻ നഗരങ്ങളെയോ പരാമർശിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. പലപ്പോഴും വലിയ കെട്ടിടങ്ങളും മനോഹരമായ പൂന്തോട്ടങ്ങളും അത്തരത്തിലുള്ള നഗരങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊന്നാണ് ബന്ദർ. തുറമുഖ നഗരങ്ങളെയാണ് ബന്ദർ എന്ന പദം സൂചിപ്പിക്കുന്നത്. പിന്നെ ദാറുൽ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരങ്ങളാണ്. പിന്നെ അബാദ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് സ്ഥാപിച്ച പുതിയ കേന്ദ്രങ്ങൾ, നഗര കേന്ദ്രങ്ങൾ. പിന്നെ പുര എന്ന് പറഞ്ഞാൽ ചന്തസ്ഥലമോ അല്ലെങ്കിൽ നഗരപ്രാന്ത പ്രദേശമോ ആണ് പുര എന്ന പേരിൽ അറിയപ്പെട്ടത്. അങ്ങനെ നഗരങ്ങളെ പല പേരുകളിൽ പല രൂപങ്ങളിലായിട്ടാണ് തരംതിരിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കപ്പെട്ടിരുന്നു. പാക്സ് മുഗളിക്ക അഥവാ മുഗൾ സമാധാനം നൽകിയ സ്ഥിര നഗരങ്ങളർച്ചയെ വളരെയധികം ത്വരിതപ്പെടുത്തി അല്ലെങ്കിൽ ശക്തിപ്പെടുത്തി. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ, ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ഒന്നാമത്തെ ബ്ലോക്കിൽ അടുത്ത യൂണിറ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ്.